മൈ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. എന്നോട് നമ്മുടെ ഫാമിലി മെമ്പറായ വിൽസൺ എൻ്റെ അടുക്ക പറഞ്ഞായിരുന്നു, ചേച്ചി ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ട്രൈ ചെയ്യുന്നത്. നമ്മുടെ ഫാമിലിയിലെ ഒരു ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ആണിത്. എങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ നോക്കുന്നത്. അടിപൊളിയായിട്ടോ. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതായിരുന്നു. അതിനുശേഷമാണ് ഒന്നും കൂടെ ഉണ്ടാക്കിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അരി വെള്ളത്തിലിട്ടു. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ 20 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ നമ്മുടെ റൈസ് വേവിക്കുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഒരു അരമണിക്കൂറോളം ഞാനത് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എലീന എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓഫർ ആയതുകൊണ്ട് മാത്രം എടുത്താണ്. ഒരു റിലയൻസിൽ 1 കിലോ അരി എടുത്താൽ 2 കിലോ അരി നമുക്ക് ഗെറ്റ് ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രം അതെടുത്താണ്. ഇതെങ്ങനെ ഉണ്ടാകും എന്നുള്ളത് എനിക്കറിയില്ല. സാധാരണ നമ്മളിവിടെ ഉപയോഗിക്കാറ് ബസ്മതി റൈസോ അല്ലെങ്കിൽ ഇന്ത്യ ഗേറ്റ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ നല്ല അടിപൊളി അരി. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും എന്നറിയില്ല, വേവ് കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിരാനിട്ടു. അതിനുശേഷമാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത്. ഇതിപ്പം 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ എന്തിനാണ് ഒഴിച്ചേക്കുന്നതെന്ന് വെച്ചാൽ അരിയെല്ലാം കൂടെ ഒരുമിച്ച് അവസാനം ചോറ് വെന്ത് കിട്ടുമ്പോൾ ഒരുമിച്ചാകാതെ സെപ്പറേറ്റ് ആകാനാണ് ഒരു ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെന്ത് കിട്ടണം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഏതാണോ അത് വെച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കേട്ടോ. ഫ്രൈഡ് റൈസ് ഏതാണെങ്കിലും പ്രശ്നമില്ല. ഇപ്പം ഞാൻ ഈ ഒരു അരി ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് വാങ്ങിച്ചത്. ഇതിന് 130 രൂപയായിരുന്നു 1 kgക്ക്. 1 കിലോ എടുത്താൽ നമുക്ക് 2 കിലോ ഫ്രീ കിട്ടും. റിലയൻസിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കാം, കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാ അരി എന്ന് വെച്ചാൽ അതെടുക്കുക. ഇനി നമുക്ക് ഇത് വെന്തതിന് ശേഷം വെള്ളം ഊറ്റി മാറ്റിയിട്ട് നമുക്ക് റൈസ് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇപ്പോൾ ഇന്നാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തലേന്ന് നിങ്ങൾക്കിത് ഇങ്ങനെ റൈസ് വേവിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. എന്നിട്ട് രാവിലെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും റൈസ് നമുക്കിങ്ങനെ കട്ടയാകാതെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കാൻ സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങളിത് ഉച്ചയ്ക്ക് ചെയ്യുവാണെങ്കിൽ രാവിലെ അങ്ങനെ ചെയ്തിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുത്തിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റ് ചൂടോട് തന്നെ ഫ്രൈഡ് റൈസ് ആക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഏത് രീതിയിലാണേലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പം നമുക്ക് അരി തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്കിത് വാർത്തെടുക്കാം. ഇപ്പം നമ്മൾ ഒരു ഉരുളി വെച്ചു. അതിനുശേഷം നിങ്ങൾക്ക് ഉരുളി എന്ത് വേണമെങ്കിലും വെക്കാം. ഒരു കട്ടിയുള്ള പാത്രമായാൽ മതി. ഞാനിപ്പോൾ ഒരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഫുള്ളേലിട്ടാണ് ഫുള്ളേലിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഉരുളി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ വഴന്ന് വരാൻ പാകത്തിനുള്ള അത്രയും ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ചിലപ്പോൾ ഷൂട്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാകും കേട്ടോ. കാരണം ഞാൻ ഒരു കയ്യിൽ ഫോണും മറ്റേ കൈ കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇത് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 9 ഗ്രീൻ ചില്ലിയും പിന്നെ ഒരു ചെറിയ കുടം വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് സവോള, ഒരു ചെറിയ സവോള ഫുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, അതും ആഡ് ചെയ്യാം. ജസ്റ്റ് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫുള്ള് നല്ലപോലെ വാടി കിട്ടണ്ട. ജസ്റ്റ് അപ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയാൽ മതി, കാരണം നമുക്ക് കടിക്കാൻ പാകത്തിനാണല്ലോ കിട്ടേണ്ടത്. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക്
ക്യാരറ്റും, ഞാൻ 2 നാഴി അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 ക്യാരറ്റും ഒരു 12-13 ബീൻസും പിന്നെ ഒരു കുഞ്ഞ് ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ മഷ്റൂം വേണേൽ ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫ്രോസൺ ഗ്രീൻ പീസും ഒക്കെ ആഡ് ചെയ്യാം. എന്ത് വേണേലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന ബീൻസ് ഞാൻ കുഞ്ഞായിട്ട് വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് ക്യാരറ്റ് അരിഞ്ഞിരിക്കുന്നത്. ഇതും ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞിരിക്കുന്നത്. ഇത് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ളേലാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ കുട്ടികൾക്കൊന്നും ഇത്രയും വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കിത് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫ്രൈഡ് റൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ ഏകദേശം ഈ ഒരു മെത്തേഡായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. ഇത് നല്ലപോലെ വാടി വരട്ടെ. അതുപോലെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പക്ഷെ കടിക്കുന്ന പോലെ കിട്ടുകയും വേണം കേട്ടോ. അപ്പോൾ ആ ഒരു പാകം വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു നുള്ള് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സോയ സോസ് ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് മുളക് പൊടി അല്ല, കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി മാത്രം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മുടെ ചോറ് വേവിച്ചപ്പം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രമേ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ വെജിറ്റബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചോറ് ആഡ് ചെയ്യും. നമ്മളിതിലേക്ക് റൈസ് ആഡ് ചെയ്തു. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഫ്രൈഡ് റൈസാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഷൂട്ടിങ്ങിൽ ഇച്ചിരി മിസ്റ്റേക്കൊക്കെ ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങൾ മസ്റ്റായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യരുത്. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വേണേൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ഫ്രൈഡ് റൈസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ, ടേക്ക് കെയർ, ലവ് യു ഓൾ.